മക്കളെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 മാത്സ് പബ്ലിക് എക്സാമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓരോ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. നിങ്ങൾക്ക് അറിയാം മോഡൽ എക്സാം വന്നു, ബട്ട് നമുക്ക് വെയിറ്റേജസ് ഒക്കെ +2 ഫിസിക്സ് കണ്ട് മനസ്സിലായി ചെറിയൊരു വേരിയേഷൻസ്, ഒരു ചില്ലറ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് മക്കളെ ശരിക്കും നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ +2 ഫിസിക്സിൽ എല്ലാ ക്വസ്റ്റ്യനും അറിയാം, എന്നിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുറേ വിഷമിച്ചിരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ള മക്കളെ, നിങ്ങൾ അവസാന നിമിഷം മാത്സിൻ്റെ സമയത്തും കെമിസ്ട്രീൻ്റെ സമയത്തും ബാക്കി ഏത് സബ്ജക്റ്റ് ആവട്ടെ, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് ശരിക്കും ഒന്ന് വായിച്ചിട്ട് ചാപ്റ്റർ ഞാൻ തൊട്ടുമുമ്പത്തെ വീഡിയോസൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ചെയ്ത ഫിസിക്സിൻ്റെ ഓൾമോസ്റ്റ് നല്ല 100% വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും എക്സ്ട്രാ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും അതിൽ കുറച്ച് കുട്ടികൾ, അറിയുന്ന കുട്ടികൾ പോലും അത് തെറ്റിച്ചു എന്നുള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ റിവിഷൻ്റെ പ്രശ്നമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നം മാത്രമാണ്. ഇനി അത് വരാതിരിക്കണം തന്നെ ഞാൻ പറഞ്ഞു. നിങ്ങൾ വീണ്ടും പഠിച്ച് തൊട്ടുമുതൽ നിങ്ങൾ വീണ്ടും പഠിച്ചിട്ട് കാര്യമില്ല, വീണ്ടും പഠിച്ചിട്ട് കാര്യം. ഓരോ വീഡിയോയും ഇത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അല്ലെങ്കിൽ മാത്സിൻ്റെ ഓൾറെഡി പണ്ട് മാത്സ് ചെയ്യാറുണ്ട്, ക്ലാസ്സസ് കിട്ടുകയാണ്, പക്ഷേ വീഡിയോസ് ആയിട്ട് കൂടുതൽ വരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ മാത്സും കെമിൻ്റെ കേസ്. ഓക്കെ, ഞാൻ എൻ്റെ കൂടെ പറ്റുന്ന രീതിയിൽ മാത്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും നിങ്ങൾക്കൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ചെറിയ സമയം കൊണ്ട് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ആവട്ടെ, ടോപ്പിക്ക് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ് സപ്പോർട്ടാണെങ്കിൽ, കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മാക്സിമം ചെയ്തുതരാം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ സ്മൈൽ എക്സാമും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഷെയർ ചെയ്തുതരാം. കാരണം നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. എസ്പെഷ്യലി മാത്സിന് പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്റ്റക്ക് ആവാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട്. ന്യൂമറിക്കൽസ് എന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫുള്ളി ചെയ്ത് പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം പരിചയപ്പെടുക. എനിക്കറിയായിരുന്നു ഇത് ഇങ്ങനെ ട്രിക്കായിട്ട് വന്നു എന്നൊക്കെയുള്ള കേസ്. അത് ഫിസിക്സിൻ്റെ അത്ര ട്രിക്കായിട്ടൊന്നും വരില്ലെങ്കിലും മാത്സിൽ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം ഓരോ ചാപ്റ്ററിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ്, വെയിറ്റേജസ് ആണ് അത് അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് എന്ത് ചെയ്യണം, ഓരോ ആളുടെയും വെയിറ്റേജസ് കൊടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു സെഷനിൽ ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ പറയാം. നിങ്ങൾക്കത് വേണമെന്നുള്ള കാര്യം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ മക്കളെ, ഞാൻ ഒരു ഗ്യാരണ്ടി വീണ്ടും പറയുകയാണ്. ഓക്കെ, മാത്സ് എന്ന് പറഞ്ഞ സാധനം ഫിസിക്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം അറിയാം എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കേസൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ വെറുതെ ടോപ്പിക്ക് മാത്രമല്ല, ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ആ ടോപ്പിക്സ് പഠിച്ച് പിന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ നോക്കട്ടെ ഈ അവസാന നിമിഷം. അല്ലെങ്കിൽ ഫിസിക്സിന് സംഭവിച്ച കുറേ ആൾക്ക് സംഭവിച്ച ആ പ്രശ്നങ്ങൾ വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവും, പിന്നെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കുക, ക്വസ്റ്റ്യൻസിൽ പ്രാക്ടീസ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ 13 ചാപ്റ്റേഴ്സാണ് നമുക്കുള്ളത്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ തുടങ്ങിയിട്ട് പ്രോബബിലിറ്റിയിൽ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ മക്കളെ, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് കാണാൻ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഞാൻ ഈ ഒരു ഗ്യാരണ്ടി പറയുന്നത് തൊട്ടുമ്പോൾ തന്നെ ഫിസിക്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ആ വീഡിയോസ് ഞാൻ പറയും ഇനി പോയി കാണാൻ നിൽക്കേണ്ട, അത് ഫുള്ള് വന്നിട്ടുണ്ട് എന്നാൽ ഫുള്ള് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ട്രിക്ക് എന്ന് പറഞ്ഞ സാധനം പോലും പിന്നെ ഡിലീറ്റ് ആയിട്ടുള്ള ബാൻഡ് വിടുത്ത് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഇനി നമ്മൾ മാത്സ് ഏകദേശം ഞാൻ അനലൈസ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. വെറുതെ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ മക്കൾ വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തീരെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു അധികം ലെങ്ത് ആയിട്ടും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല, എത്രയോ ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ഫിസിക്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, 5 മാർക്ക് ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഇതൊക്കെ ഓരോന്നും കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 hours മാക്സിമം. അത് ഉണ്ടാവില്ല, ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. അത് കണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ സ്കോർ ചെയ്യായിരുന്നു, ഫുൾ മാർക്ക് സ്കോർ ചെയ്യായിരുന്നു. അപ്പോൾ അത് ഇനി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നമുക്ക് പിന്നെ നോക്കാം. ഒഫീഷ്യൽ ആൻസർ ചെയ്തിട്ട് വന്നിട്ടില്ല, ഇനി അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളും ഇനി വേണ്ട. മാർക്ക് കിട്ടുമോ, ഡിലീറ്റഡ് മാർക്ക് കിട്ടുമോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം വെറുതെ നമുക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല എന്നുള്ളത് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നമ്മളത് പറഞ്ഞ പോലെ ആ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, എന്നിട്ട് ബി പാർട്ട് പോയി അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവും. ഓക്കെ, അത് ഓക്കെയാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഫിസിക്സിനൊന്ന് മാറ്റി വെക്കാം. ഇനി അത് ചിന്തിച്ചിട്ട് നിങ്ങൾ മാർക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിൽ മാർക്ക് കളയാൻ മക്കളെ. മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ്. 7 മാർക്ക് നമുക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാറുണ്ട്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. സെക്കൻഡ് വൺ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. നമുക്ക് 4 മാർക്കിൻ്റെ ഒരു ആവറേജ് ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ തേർഡ് വൺ ആണ് മെട്രിസസ്. 7 മാർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതാണ് മെട്രിസസ്. അതുപോലെ തന്നെ നമ്മൾ 4th ചാപ്റ്റർ വരുന്ന ഡിറ്റർമിനൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഡിറ്റർമിനൻസ്. 9 മാർക്ക്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്ന് 6 മാർക്ക്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് 6, ഇൻറ്റഗ്രൽസിൽ നിന്നും 6 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ആപ്ലിക്കേഷൻസ് ഇൻ്റർവൽ ചെറിയ മാർക്ക് കുറയും, 4 മാർക്കിലേക്കാണ് പോവുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒരു ആവറേജ് അതാണ് 4 മാർക്ക്. വെക്റ്റർ ആൾജിബ്രയാണ് പിന്നെ നല്ല മാർക്ക് വരുന്നത് 7 മാർക്ക്. 3 ഡയമെൻഷൻ അവസാനത്തെ 4 ചാപ്റ്റർ
ചാപ്റ്റേഴ്സ് ഇത്ര 3 ഡയമെൻഷണൽ ജോമെട്രി, ലീനിയർ പ്രോഗ്രാം LPP എന്ന് വിളിക്കുന്ന 6 മാർക്കുണ്ട്, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഫൈനൽ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 7 മാർക്ക് പ്രതീക്ഷിക്കാവുന്ന. ഞാൻ പറഞ്ഞ ഒരു ആവറേജ് ഇതുവരെ വന്ന എക്സാംസിൽ നിന്നും നിങ്ങൾക്കൊരു കൊടുത്തിരിക്കുന്ന ഒരു വെയിറ്റേജാണ് ചെറിയൊരു കൂടി അങ്ങോട്ടും കൂടി മാറാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഏതൊക്കെ അവസാനം വരുന്ന 4 ചാപ്റ്റേഴ്സ്, അതുപോലെ ഡിറ്റർമിനൻസ്, മെട്രിസസ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇൻറ്റഗ്രൽസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ ഓക്കെ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം മാർക്കിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാണ് ഈ ഫൈനൽ മൊമെൻറ്റിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഓവറോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വിചാരിക്കുന്നു. ഓക്കെ അപ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് കാര്യം കൂടി നിങ്ങൾ പറയാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണം അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ എന്നെ കൂടുതൽ എന്ത് ചെയ്യണം കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് വരിക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അറിയിക്കുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം എൻ്റെ ടീച്ചേഴ്സ് എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ച് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ വെറുതെ അല്ല അവരോട് എല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. സോ ക്വസ്റ്റ്യൻസ് ആ രീതിയിലാണ് കൂടുതലും ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുന്നത്. ഫിസിക്സ് ചെയ്ത പോലെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യണം എങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റണം ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഓരോ സെഷൻസിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വരിക, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് വരിക. ഓക്കെ സെഷൻസ് നിങ്ങൾക്ക് അറിയാം 3 മാർക്ക് 4 മാർക്ക് 6 മാർക്ക് അതൊക്കെ സെഷൻസൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു സെഷനിൽ ക്വസ്റ്റ്യൻ വരിക, ലെങ്ത് വരുന്ന ഏത് സെഷനിലാണ്, ഓക്കെ ഏകദേശം ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് ഉണ്ട് എങ്കിലും തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അത് കുറക്കാൻ വേണ്ടി നമുക്ക് നിങ്ങൾ അവസാനം നോക്കേണ്ടത് മോഡൽ എക്സാംസിൻ്റെയും അതുപോലെ എക്സ്ട്രാ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്. ബട്ട് നിങ്ങളത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ഷുവർലി ഞാനത് എന്ത് ചെയ്യാം എൻ്റെ എഫേർട്ടിനെ എടുക്കാൻ നിൽക്കില്ല. സോ നിങ്ങൾ വേണ്ട സജഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാം കേട്ടോ. ഓക്കെ സോ നെക്സ്റ്റ് സെഷൻ വീണ്ടും കാണാം മക്കളെ. ഓക്കെ താങ്ക് യു.